ക്ലാസ് കണ്ടന്റ് വൈസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ലൈക്ക് നമ്മുടെ ഒരു 5 ഇയർ നമ്മൾ ത്രൂ ഔട്ട് ഡിഗ്രി PG ഒക്കെ ചെയ്ത് ആ ഒരു ഫ്ലോയിലുള്ളതിൽ നിന്നും ശരിക്കും ഒരു ഡിഫറെൻറ്റ് റൂട്ടായിരുന്നു ശരിക്കും കരിയർ സൈക്കോളജി എന്ന് പറയുമ്പോൾ. നമ്മളിതുവരെ കേട്ടതൊക്കെ അതിൻ്റെ നമ്മളിതുവരെ പഠിച്ച ഡിഗ്രീൻ്റെ ഓരോ എക്സ്റ്റൻഷൻ ആയിരുന്നു. ബട്ട് കരിയർ സൈക്കോളജീൻ്റെ ഇന്നത്തെ ക്ലാസ് ശരിക്കും 1 hour ഉള്ളൂന്നുണ്ടെങ്കിൽ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് സാറ് പറ്റി ദ വേ ഹി ടേക്ക് ദാറ്റ് ക്ലാസ് എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ഹി ഇഗ്നൈറ്റഡ് അസ്. ശരിക്കും മൂപ്പരെ ക്ലാസ് കൊണ്ട് നമുക്ക് ആ ഒരു ഞാനെൻ്റെ എൻ്റെ കരിയർ ചോയ്സിൽ ഇപ്പോൾ ഡൗട്ട് ചെയ്യുക ഐ ഷുഡ് ഡു ദാറ്റ് അത്തരം ഒരു കരിയർ കൗൺസിലിംഗ് കൂടെ ഞാൻ പോകണമായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി. അത്രയും ഭയങ്കര ടച്ചിങ് ആയിരുന്നു, ഭയങ്കര ഇൻസ്പയറിങ് ആയിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് വേറൊരു ഇൻ്റർവ്യൂക്ക് ഇന്ന് പേഴ്സണലി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സെക്ടറിലുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന് വന്നത്. ബട്ട് നൗ ഐ ഫീൽ ഞാൻ അതൊരിക്കലും റിഗ്രറ്റ് ചെയ്യൂല. ഇനിയും ഇതിൻ്റെ എന്ത് ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഐ ഷുഡ് അപ്പ് ഞാനത് എന്തായാലും അറ്റൻഡ് ചെയ്യും, അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് എൻ്റെ കരിയർ പാത്ത് ചെറുതായിട്ടൊന്ന് ഇതുവരെ ഞാൻ 1 year ആയിട്ട് കൗൺസിലിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഡിഫറെൻറ്റ് ക്ലിനിക്സിലാണ് കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കരിയർ പാത്തിൽ തന്നെ ഈ ഒരു ചേഞ്ച് ഒരു കരിയർ കൗൺസിലിംഗ് എന്നുള്ള ഒരു ഇത് കുറച്ചും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കരിയർ പാത്തിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത്രയും നല്ല ക്ലാസ് ആയിരുന്നു. ഐ തിങ്ക് പേഴ്സണലി എനിക്കത് നന്നായിട്ട് സ്യൂട്ട് ചെയ്യുമെന്ന് തന്നെ തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി സെഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യും. ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് നമ്മുടെ അടുത്ത് കുട്ടികൾ വന്ന് സൈക്കോളജിസ്റ്റ് ആയിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കാഷ്വലി കുട്ടികൾ വന്ന് ചോദിക്കും ഏത് കോഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്നൊക്കെ. ബട്ട് അറ്റ് ദ ടൈം നമ്മൾ ഏത് കോഴ്സാണ് നെക്സ്റ്റ് ഇൻട്രസ്റ്റ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ തുടങ്ങാറുള്ളത്. ബട്ട് നൗ ഐ ഫീൽ അത് ഭയങ്കര റോങ് ആയിരുന്നു. കാരണം സാർ ഇഗ്നൈറ്റ് ചെയ്തൊരു ഭയങ്കര ഒരു പോയിന്റ്, ലൈക്ക് നമ്മളെ മനസ്സിലത് കോറിട്ടൊരു പോയിന്റ് എന്താ വെച്ചാൽ വി ഷുഡ് ബാക്ക്വേർഡ് ആയിട്ടാണ്, അതായത് ഏത് ഒരു കരിയർക്കാണോ നമ്മൾ ആപ്റ്റ് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടതെന്ന് സാർ പറഞ്ഞത് ശരിക്കും ഇഗ്നൈറ്റിംഗ് ആയിരുന്നു. ഭയങ്കര ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം ഏത് കോഴ്സാണെങ്കിലും കോഴ്സ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സുകളൊക്കെ നമുക്ക് പഠിക്കാം. ബട്ട് ഒരു കരിയർ എന്ന് പറയുന്നത് നമുക്ക് സ്യൂട്ടാവുന്ന ഒറ്റ കരിയറേ ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ചിട്ട് ആ ഒരു കരിയർക്ക് സ്യൂട്ടാവാൻ എന്തൊക്കെ കോഴ്സ് വേണം, ആ ഒരു ബാക്ക്വേർഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്, റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് ചെയ്യേണ്ടതെന്ന് സാർ പറഞ്ഞത് ഭയങ്കര ഒരു ശരിക്കും ഭയങ്കര കോറിട്ട പോലായി.